എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 14-15 ശ്ലോകങ്ങൾ ഇന്ന് പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം പറയുന്നു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നാത് ഭൂതാനി ഭവന്തി പർജന്യാത് അന്നസംഭവ യജ്ഞാത് പർജന്യഃ ഭവതി യജ്ഞഃ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു, മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു, യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു, കർമ്മം വേദത്തിൽ നിന്നുണ്ടായതാകുന്നു, വേദം പരബ്രഹ്മത്തിൽ നിന്നുണ്ടായതാകുന്നു. അതുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മം എപ്പോഴും യജ്ഞകർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. നന്ദി, നമസ്കാരം.